തലശ്ശേരിയിൽ നിന്ന് വരുന്നു. അപ്പൊ ഇന്ന് എന്താണ് തലശ്ശേരിയിൽ നിന്ന് ഇവിടം വരെ വന്ന് നമുക്ക് എന്ത് പെർഫോമൻസ് ആണ് നമ്മുടെ പ്രശാന്ത് ഏട്ടൻ തരുന്നത്? ഞാനിവിടെ കുറച്ച് സ്റ്റാർസും പിന്നെ ഒരു പൊളിറ്റീഷ്യനെയാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആണ്, ഓക്കെ, ശരി. അപ്പൊ സ്റ്റാർസിന്റെ വോയിസ് അല്ലേ എടുക്കുന്നത് ആദ്യം? വോയിസ് ആണ് എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഫിഗർ. ഓക്കെ, ആദ്യം നമുക്ക് എനിക്കൊന്ന് നടന്മാരുടെ സൗണ്ടിൽ തുടങ്ങാം, ശബ്ദം കേട്ട് തുടങ്ങാം. ആദ്യമായിട്ട് ഞാൻ നമ്മുടെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിന്റെ ശബ്ദമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൽപ്പെട്ട ഒരാളോട് ഇന്ത്യ വിട്ടു പോകാൻ ആരെങ്കിലും ആജ്ഞാപിച്ചാൽ തിരിഞ്ഞു നിന്നുകൊണ്ട് ഇത് എൻ്റെ ഇന്ത്യയാണ്, ഞങ്ങളുടെ ഇന്ത്യയാണ് എന്ന് അഭിമാനപൂർവ്വം പറയാൻ കഴിയുന്ന ഒരു തലമുറ വളർന്നു വരുന്നു എന്നുള്ളതാണ് സർ ആവേശകരം. എൻ്റെ പ്രിയപ്പെട്ട തിരപ്പെടുത്തൽ അംഗം, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ എനിക്കറിയണമെന്നില്ല. ഞാൻ പറയട്ടെ നിങ്ങൾ മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ മതിയോ? ഞാൻ പറയട്ടെ. അടിപൊളി, കൊള്ളാം. ഓക്കെ, നെക്സ്റ്റ്. അടുത്തായിട്ട് നമ്മുടെ കുതിരവട്ടം പപ്പുചേട്ടൻ്റെ. പപ്പുചേട്ടൻ്റെ വോയിസ് ആണോ? ശരി. അതൊരു കഥയാണ് മാഷെ. അങ്ങ് കണ്ട സ്ഥലിൽ കിടക്കുമ്പോ സഖാവ് രാജപ്പൻ നായർക്ക് വീട് എത്തിക്കലായിരുന്നു. ഞാനും മയ്യമ്പള്ളി കുഞ്ഞമ്പും പിന്നെ കണമ്പ കണാരന്. ഒടുക്കം ഇതെങ്ങനെയോ മണത്തറഞ്ഞ വാടൻ കള്ളി വെളിച്ചത്തായി. അപ്പോ 3 ആൾക്കും വെള്ളം കൊടുക്കണ്ടെന്നുള്ള സാഹിബിന്റെ കൽപ്പന. പോരാത്തതിന് വരിക്കാച്ചുരഞ്ഞു കൊണ്ടുള്ള പ്രയോഗവും സാധി കേട്ടപ്പോ സെല്ലിനെ ഓടി പൊളിച്ച് പുറത്ത് ചാടി. മതിൽ ചാടുമ്പോ തന്നെ പിടിയും പൊട്ടും. പിന്നെ പറയണോ പൂരം. ഓ, സൂപ്പർ സൂപ്പർ സൂപ്പർ, ഗംഭീരായിരുന്നു പ്രശാന്ത്. സോ ഇനി നമുക്ക് ആരുടെ സൗണ്ടാണ് കേൾക്കാൻ പറ്റുക? വിജയരാഘവൻ. വിജയരാഘവൻ ചേട്ടൻ്റെ വോയിസ് ആണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. എടാ ഉവ്വേ, നീ കൊണ്ടുപോയത് എൻ്റെ മോനെയാ. അവൻ്റെ ദേഹത്തിൽ ഒരു തരം മണ്ണ് നുള്ളിയിട്ടാ. നിന്റെ പെടലിക്ക് മേലെ തല കാണുന്നില്ല. പറയുന്നത് കറിയാച്ചനോ ചേറാടി കറിയൻ. അടിപൊളിയാണല്ലോ, സൂപ്പറാണല്ലോ മാസ്. ഇനി ആരാണ് നമ്മൾ അടുത്ത് കേൾക്കാൻ പോകുന്നത്? പഴയ നമ്മുടെ കാലഘട്ടത്തിലെ അടൂർ ബാസി സാറിന്റെ സാറിന്റെ വോയിസ് ആണ്. അടൂർ ബാസി സാറിന്റെ വോയിസ് ആണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. കാമാക്ഷി വരച്ചോ ശിവ ശിവ പലതും ചൊല്ലി കേട്ടു നളിനാമുഖി കഥ നേരിട്ട് കാണുന്നിരിക്കുമ്പോഴായിരുന്നു വരച്ചാരുടെ വരവ്. കഥകളി കണ്ട ഇന്ന് രണ്ടുപേരും ഒരുമിച്ച് മടങ്ങുക. വന്ന ഉടനെ തന്നെ വരിശ്ശേരി വീട്ടിലേക്ക് കൂടെ ഞാനുണ്ടോ? എൻ്റെ കൂടെ കൂടുന്നോണ്ട് വല്ല വിരോധം വല്ലതും ഉണ്ടോ? പ്രശാന്തേട്ടാ, അപ്പൊ വോയിസ് സൗണ്ടുകളെല്ലാം കഴിഞ്ഞോ? ഇനി അടുത്ത് നമ്മൾ ഫിഗറാണ് കാണാൻ പോകുന്നത്. അപ്പൊ എന്തായാലും ശബ്ദങ്ങളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഫിഗർ ആരുടെയാണ് ചെയ്യാൻ പോകുന്നത്? നമ്മുടെ പഴയ കാലത്തെ നായകനാണ്, സംവിധായകനാണ്, വേണു നാഗവള്ളി സാറിന്റെ ഫിഗറാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാൻ മാറി നിൽക്കാം, ചേട്ടാ ഫിഗർ ആയിട്ട് വന്നോളൂ. ഓക്കെ, ഡൺ. ഇളം ചുണ്ടിലോ മനപ്പാട്ടുമാ പ്രശാന്തേട്ടാ, സൂപ്പറായിരുന്നു. എന്താണെന്നറിയില്ല, ഇങ്ങനെയൊക്കെ ഫിഗർ ചെയ്യുന്ന സമയത്ത് അറിഞ്ഞോ അറിയാണ്ടോ എൻ്റെ കോസ്റ്റ്യൂമും ഞാനും ഇതിലേക്ക് അങ്ങ് ഇഴുകി ചേർന്ന് പോകും. അല്ലേ? കറക്റ്റ് അല്ലായിരുന്നോ? ആ ഒരു റെട്രോ സ്റ്റൈലിൽ എനിക്ക് വരാൻ പറ്റിയെന്ന് തോന്നുന്നു. അടിപൊളി പെർഫെക്റ്റ് ആയിരുന്നു. അപ്പോൾ എന്തായാലും നമുക്കിനി മാസ്റ്റേഴ്സിൻ്റെ അടുത്ത് കുറച്ചും കൂടെ കൂടുതൽ കാര്യങ്ങൾ അറിയണ്ടേ. ശരിക്ക് പ്രശാന്ത്, നമ്മൾ ഇതുവരെയുള്ള ഒരു എക്സ്പീരിയൻസിൽ പ്രശാന്തിനെ ആദ്യമായിട്ട് കാണുന്നതാണ് ഞാൻ. കാരണം നമ്മൾ ഒരു അത്യാവശ്യം ആ അറ്റത്തുള്ള കേസൻ രാജ് ചേട്ടൻ തൊട്ട് അങ്ങനെ അത്യാവശ്യം മിമിക്രിക്കാർ സീനിയേഴ്സായിട്ടുള്ളവരെയും ജൂനിയേഴ്സായിട്ടുള്ളവരെയും നമുക്ക് അറിയാം. അപ്പോൾ പക്ഷേ ഈ എന്തുകൊണ്ട് ഇത്രയും നന്നായിട്ട് ശബ്ദങ്ങൾ ചെയ്യുന്ന ഒരു കലാകാരനെ ഞങ്ങൾ നീ ആദ്യമായിട്ട് കാണുന്നതാണ്. പക്ഷെ അത് എന്തുകൊണ്ടെന്നുള്ളതിന് ഒരു ആൻസർ ഇല്ല. എന്താണ് പറ്റിയത് അങ്ങനെ? സർ, കണ്ണൂരിൽ തന്നെ കുടുങ്ങിപ്പോയത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങളുടെ അവിടെ നാട്ടിൽ ഉള്ള ഗ്രൂപ്പുകളിലൊന്നും അല്ലെങ്കിൽ മിമിക്സ് പരേഡ് ഗ്രൂപ്പുകളിലൊന്നും ഉണ്ടായിട്ടില്ല? ഇല്ല, അങ്ങനെ വലിയ ടീമിലൊന്നും ഇതുവരെ വന്നിട്ടില്ല. ശരിക്കും നിങ്ങൾ നല്ല കഴിവുള്ള ആർട്ടിസ്റ്റാണ്. ഏതായാലും ഇത്രയും കൃത്യമായിട്ടുള്ള വോയിസ് അത് പപ്പുചേട്ടൻ ഓക്കെ ആയിരുന്നു. നല്ല കറക്റ്റ്, അതിന്റെ മോഡുലേഷനും ശബ്ദമൊക്കെ കറക്റ്റ് ആയിരുന്നു. സതീഷ് ചേട്ടൻ്റെ ഒക്കെ ശബ്ദം കൃത്യം, വിജയരാഘവൻ കുട്ടേട്ടൻ്റെ ശബ്ദവും അതൊക്കെ കൃത്യമാണ്. ചെയ്ത ശബ്ദങ്ങളൊക്കെ നല്ല പെർഫെക്ഷൻ ഉണ്ടായിരുന്നു. സൂപ്പർ. ഓക്കെ, നമുക്ക് ഇനി പക്രു ചേട്ടാ ചോദിക്കാത്ത ഒരു ചോദ്യം മാത്രമേ ചോദിക്കുന്നത്. എത്ര വർഷമായി ഈ ഫീൽഡിൽ? 10-20
5 വർഷത്തോളമായിട്ടുണ്ടോ? അതാണ് ഇക്ക ചോദിച്ചത്. 5 വർഷത്തോളം. എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള? കാരണം ഇത്രയും വർഷം ഉണ്ടായിട്ടും നമ്മുടെ ഒന്നും മുന്നിൽ കാണാൻ പറ്റിയില്ല. അത് മാത്രമല്ല ഈ മുടി ഇങ്ങനെ വളർത്തി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് വന്നപ്പോൾ തന്നെ അനുകരിച്ചപ്പോൾ വിചാരിച്ചു ഇതെന്താണ് ഇത്രയും ഹെയർ വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഉത്തരം ഈ വേണുനാഗോണ്ട് സാറിൻ്റെ ഈ എന്താ പറയുക ഫിഗറിലുണ്ട്. മനസ്സിലായി. അത്രയും ഈ ഒരുപാട് വേദികളിൽ ഇത് ചെയ്യുന്നുണ്ടല്ലേ? അതെ അതെ, ഏറ്റവും കൂടുതൽ കയ്യടി കിട്ടുന്നത് ചെയ്യുമ്പോഴാണോ? വേണുനാഗോളി സാറാണ്. ഉഗ്രൻ ആർട്ടിസ്റ്റാണ് പ്രശാന്ത് ഭായി. ഇപ്പം ഇക്ക പറഞ്ഞ പോലെ വളരെ എന്താ പറയുന്ന കഴിവുള്ള, മലബാറിലൊക്കെ ഇനിയും എനിക്ക് തോന്നുന്നു ഇതുപോലുള്ള കലാകാരന്മാരുണ്ടാവാം. നമ്മുടെ മുന്നിലൊക്കെ വരാതിരിക്കുന്ന അത്തരത്തിലുള്ള കലാകാരന്മാർക്കൊക്കെ സ്വാഗതം. കാരണം ഇദ്ദേഹത്തെ നമുക്ക് കിട്ടി. ഇനിയും ഒരുപാട് നല്ല നല്ല സംഭവങ്ങൾ ചെയ്യാൻ കഴിവുള്ള, പ്രാപ്തിയുള്ള മിമിക്രി കലാകാരനാണ്. ഓൾ ദ ബെസ്റ്റ്. ഓക്കേ, ശരി. ഉഗ്രനായിരുന്നു കേട്ടോ. നമ്മുടെ പപ്പുച്ചേൻ്റെ ഒക്കെ എനിക്ക് തോന്നുന്നു അധികം ആരും ചെയ്യാത്ത സീനാണെന്ന് തോന്നുന്നു. ആ സീൻ അധികം ഞാൻ ചെയ്ത് കണ്ടിട്ടില്ല. കിങ്ങില് നമുക്ക് ആ വിഷ്വൽസ് നമുക്ക് വീണ്ടും മനസ്സിലേക്ക് വരണം. അതിങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ സൗണ്ട് അനുകരിക്കുമ്പോൾ ആ വിഷ്വൽസ് നമ്മുടെ മുമ്പിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അത് ഗംഭീരമായിട്ടുണ്ട്, എല്ലാം ഗംഭീരമായിട്ടുണ്ട്. എല്ലാ എന്താ പറയുക വോയിസസും ഫിഗറും എല്ലാം നന്നായിട്ടുണ്ട്. എന്തായാലും ഓൾ ദി ബെസ്റ്റ്, അടിപൊളിയാവട്ടെ. ഇനിയും നല്ല നല്ല പ്രോഗ്രാമിലൂടെ ഒന്ന് എല്ലാവരും അറിയപ്പെടട്ടെ നല്ല രീതിയിൽ. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. അതുപോലെ തന്നെ ഒരു കാര്യം പറയണം. യെസ്, വേണുനാഗവള്ളി സാറിന്റെ പാട്ട് അങ്ങനെ കളിച്ച് അദ്ദേഹം മോഡിൽ ഇങ്ങനെ വരുന്ന സമയത്ത് നായികയായിട്ട് എൻട്രി ചെയ്തില്ലേ, എന്താണ് ചെയ്യേണ്ടത്, ഞാൻ എന്താണ് ഒന്നും മുന്നും പിന്നും ചിന്തിക്കാതെ വെറുതെ അതിന് പ്രത്യേക ഒരു അഭിനന്ദനോടെ തരും കേട്ടോ. അത് വേണം, കാരണം ഇത്തരത്തിലുള്ള എടുത്തുചാട്ടക്കാരെ ഞങ്ങൾക്ക് ആവശ്യം. സ്പെഷ്യൽ മെൻഷൻ, നോട്ട് ദാറ്റ് സ്പെഷ്യൽ മെൻഷൻ എന്നുള്ളത്. ശരി.